സന്ദീപിന്റെ ഒക്കെ പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും മേക്കിംഗ് എല്ലാം അടിപൊളിയായിട്ട്. അതെ അതെ, അതിന്റെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. നല്ല പടമാണ്. അടിപൊളി പടമായിരുന്നു. മലയാളത്തിലൊരു ക്ലാസ്, അടുത്ത ക്ലാസ്. അതെ അതെ, നല്ല ത്രില്ലർ പടമായിരുന്നു. അടിപൊളി ട്വിസ്റ്റ്, ലാസ്റ്റിലത്തെ ട്വിസ്റ്റും അടിപൊളിയായിരുന്നു. നല്ല കൺസെപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ടോട്ടലി വ്യത്യസ്തമായ കൺസെപ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു? ഇടിലം പടം കേട്ടോ. റിവെഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ അത്ഭുതപ്പെട്ടു. ഇതുപോലെ എവിടെ നിന്നൊക്കെ ഈ കഥ കൊണ്ടുവരുന്നുള്ള അത്ഭുതം. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടിലൻ ഒരു മലയാള സിനിമയ്ക്ക് എന്നോ ഒരു ചില്ലിലിട്ട് വെക്കാൻ പറ്റുന്ന. ഞാൻ പറഞ്ഞ അവന്റെ കിഷ്കിന്ധകാണ്ഡമെന്ന ഓർത്ത്, പക്ഷെ അതിനെ വെല്ലുന്ന മേക്കിംഗ് ആണ്. കിടിലായിട്ട് സന്ദീപൊക്കെ കിടിലായിട്ടുണ്ടെന്നറിയോ. അടിപൊളി പടം. അവർ പുറത്തുവിട്ടേക്കരുത്, ഒരു ഇൻഡു പോലും പുറത്തുവിട്ടേക്കരുത്. അതാണ് ഒന്നും കഥയുടെ ഒന്നും പറയാത്തത്. മേക്കിംഗ് ക്ലൈമാക്സ് ഉണ്ടല്ലോ, കലക്കി. ഒന്നും പറയാല്ലോ, കിടില ക്ലൈമാക്സ്. ബ്രോ ട്രൂലി ഇന്റർനാഷണൽ, ശരിക്കുള്ള ഒരു ഇന്റർനാഷണൽ സാധനം. അത് മേക്കിംഗ് ലെവലിൽ ശരിക്കും കാലഘട്ടത്തിനനുസരിച്ച് സിനിമ വളരണം. കാരണം ഇത്രയും നമ്മൾ ഈ ഒരു പിന്നെ ബാക്കി അന്യഭാഷകളിലും വേൾഡ് വൈഡ് സിനിമകൾ കാണുന്ന ഓഡിയൻസാണ് ഇപ്പോഴത്തെ യങ് ഓഡിയൻസ്. അപ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ആ രീതിയിലുള്ള അപ്രിസിയേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ സിനിമകൾ അപ്രിസിയേഷൻ എന്തായാലും കിട്ടും. കാരണം ഈ ഒരു ജനറേഷൻ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ വളരെ സ്ലോ പേസിലാണ് സിനിമ തുടങ്ങുന്നത്. പിന്നെ ഈ മുജീബ് മജീദിൻ്റെ മ്യൂസിക് നമുക്കറിയാം, കിഷ്കിന്ധയിലും പുള്ളിയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ വാഗമൺ അങ്ങനെയുള്ള ആ ഏരിയയുടെ ഒരു തണുപ്പുണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് സ്ക്രീനിലേക്കും പെർഫോമൻസിലും കാണാൻ പറ്റി. പിന്നെ സന്ദീപ് പ്രതി ഒരു പുതിയ ജനറേഷൻ്റെ ഒരു അടുത്തൊരു താരമായിരിക്കും. സന്ദീപിന്റെ കരിയറിൽ വലിയ ബ്രേക്ക് ത്രൂ, പടക്കലത്തിന് ശേഷം ഇത് അടുപ്പിച്ച് രണ്ടാമത്തെ ഒരു ബ്രേക്ക് ത്രൂ വേറൊരു ലെവലിലേക്കാണ്. കാരണം ഒരു കോമഡി ആ ഒരു ടൈപ്പിൽ നിന്ന് മാറി ഇതിൽ വളരെ സീരിയസ്, വളരെ ഹെവി ആയിട്ടുള്ള റോളാണ്. പിന്നെ നമ്മുടെ സീനിയർ ആക്ടേഴ്സൊക്കെ അശോകൻ, അതുപോലെ വിനീതൊക്കെ, എന്ത് രസമായിട്ടാണ് വിനീതൊക്കെ ആ റോൾ ചെയ്യുന്നത്. വളരെ ഡാർക്കായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. വളരെ സ്ലോ, ആ ഒരു മൂഡ് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുള്ളൂ. പക്ഷേ കിഷ്കിന്ധാകാണ്ഡൊക്കെ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഈ സിനിമ ക്ലൈമാക്സ് അല്ല, അവസാനത്തെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതിങ്ങനെ ചുരുള അഴിഞ്ഞഴിഞ്ഞ് വരുന്നത്. കിഷ്കിന്ധയും അങ്ങനെയാണല്ലോ, നമ്മൾ അതുവരെ പോയിട്ട് ഇതിപ്പോൾ നമ്മളില്ലേ ആ കിഷ്കിന്ധയൊക്കെ നമ്മൾ രണ്ടാമത് കാണുന്നത് ആ ഹീറോയെ കണ്ടോ ഇതൊന്നല്ല, അവസാനത്തെ ആ ഒരു ഇത് പിന്നെയും കാണാനുള്ള അതുപോലെ ഇത് പിന്നെയും കാണാൻ അവസാനത്തെ ആ 10 മിനിറ്റ് നമ്മൾ പോലെ അല്ലാതെ കൂടെയുള്ള ഒരു ചിയർ ചെയ്തു. കാരണം വലിയൊരു ഹീറോയ്ക്ക് അല്ലാതെ ഒരു കഥയ്ക്ക് അല്ലെങ്കിൽ ഒരു സിനിമയിലെ മുഹൂർത്തത്തിന് കയ്യടി കിട്ടുന്നതൊക്കെ കാണുമ്പോഴാണ് സിനിമ എന്ന രീതിയിൽ ഒരു വിജയിച്ച ചിത്രമായിട്ട് സിനിമ മാറുന്നു. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നല്ല സൗണ്ട്, നല്ല വിഷ്വൽസ് ഉള്ള തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. സ്ലോ പേസ് ആണ്, പക്ഷേ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. എൻജോയ് ദ റൈഡ്. അടിപൊളി മൂവിയാണ്. സെറ്റ് പടം. മറ്റൊരു ഇതിന്റെ മുമ്പ് ഇറങ്ങി കിഷ്കിന്ധയ്ക്ക് ശേഷം ആ ഒരു മൂഡിൽ ആ ഒരു അപ്പിയറൻസിൽ സെറ്റ് ചെയ്തിട്ട് 10 out of 10. ഇല്ല, അങ്ങനെ പറയാൻ പറ്റൂല, പക്ഷെ തൃപ്തിയാവും. അത് ഷുവറാണ്. അത് എൻഗേജിങ് ആയി പോവാം. ബാക്കി അകത്ത് കയറിയിട്ട് ആൾക്കാർ കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് അവർക്ക് ഇതിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അല്ലേ? ശരി.